നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണല്ലോ ഇപ്പോൾ ലോകത്തെ താരം. ഇപ്പോൾ മാത്രമല്ല, നേരത്തെ തന്നെ അദ്ദേഹം ഒന്നാം ടൈമിലും രണ്ടാം ടൈമിലുമൊക്കെ അദ്ദേഹം ലോകത്തിൻ്റെ ഒരു ആകർഷണ കേന്ദ്രമായിരുന്നു. ആരും കണ്ടുവയ്ക്കരുത് എന്ന് പറഞ്ഞാണ് ഭാരതം അദ്ദേഹത്തെ ഓരോ വിദേശയാത്രയ്ക്ക് പോകുമ്പോഴും അദ്ദേഹത്തെ നമ്മുടെ എയർഫോഴ്സ് വണ്ണിൽ കയറ്റി വിടുന്നത്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി തിരികെ നാട്ടിലേക്ക് വരുന്നത് വരെ ഭാരതീയൻ്റെ ഉള്ളിലൊക്കെ തീയാണ്. കാരണം അത്രമാത്രം ആരാധകരുള്ള, അത്രമാത്രം ലോക പിന്തുണയുള്ള, ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം സുരക്ഷാ ഭീഷണി ഉണ്ടെന്നതും നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ നമ്മുടെ സുരക്ഷാ ഏജൻസികളൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്, പല വിദേശ രാജ്യങ്ങളിലും കൊണ്ടുപോകുന്നത്. നാം കണ്ടതാണ് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഇടപെടൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഒരു നിലപാട്, തൻ്റെ ഉറ്റ സുഹൃത്തായ വ്ളാദിമിർ പുതിൻ പങ്കെടുക്കുന്ന മറ്റേതെങ്കിലും ഉച്ചകോടിയാണെങ്കിൽ അതിൽ വേറെ നിലപാട്. പിന്നെ നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്തായ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ കണ്ടപ്പോൾ പ്രധാനമന്ത്രിയുടെ ആ മറ്റൊരു കൗതുകമാർന്ന നിലപാട്. ഈ നിലപാടുകളൊക്കെ വിമർശിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും ലോകമെമ്പാടും അതിന് സ്വീകാര്യത ഏറുകയാണ്. അത്ര ഊഷ്മളമായാണ്, അത്ര ലാഘവത്തോടെയാണ്, അത്ര സിമ്പിളായാണ് നരേന്ദ്രമോദിജി ലോകരാഷ്ട്ര തലവന്മാരുമായി ഇടപഴകുന്നത് എന്ന് നമ്മൾ ആ G7 ഉച്ചകോടിയിൽ ഏറ്റവും ഒടുവിലും കണ്ടിരുന്നു. ഇതിനു മുമ്പുള്ള പുടിനും ഒക്കെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഒക്കെ പങ്കെടുത്ത ആ ഒരു ഉച്ചകോടിയിലൊക്കെ, ഷാങ്ഹായ് ഉച്ചകോടിയിലുമൊക്കെ എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് രാഷ്ട്ര തലവന്മാരെ കയ്യിലെടുത്തതെന്ന് നമുക്കറിയാം. ഇത് G7 ഉച്ചകോടിയാണ്. അവിടെയും വേദി മാറി എന്നല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറ്റൊരു ഭാവപ്പകർച്ചയും വന്നിട്ടില്ല. അദ്ദേഹം എങ്ങനെയാണോ ഇതിനു മുമ്പ് ട്രംപിനെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിയെ കൈകാര്യം ചെയ്യുന്നത്, അതേ വേവ് ലെങ്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അവരെ കൈകാര്യം ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ശേഷം അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാകണം എന്നതാണ്. ഇത് G7 ഉച്ചകോടിയിൽ ചില രാഷ്ട്രത്തലവന്മാർ തമാശ രൂപേണ അദ്ദേഹത്തോട് ചോദിച്ചതാണ്, താങ്കളുടെ പിൻഗാമി ആരാകുമെന്നത്. ഒരു ചെറു മന്ദഹാസമല്ലാതെ നരേന്ദ്രമോദിജിക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, തനിക്ക് ശേഷം പ്രളയമല്ല, തനിക്ക് ശേഷം ഭാരതത്തിൻ്റെയോ ലോകത്തിൻ്റെയോ അവസാനമല്ല, തനിക്ക് ശേഷവും ഉണ്ടാകും തന്നെക്കാൾ കഴിവുറ്റ നേതാക്കൾ. പ്രേക്ഷകർക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, അത് അമിത്ഷാജിയാണോ അതോ നമ്മുടെ മറ്റ് എസ് ജയശങ്കർ അടക്കമുള്ള വിദേശകാര്യമന്ത്രി അടക്കമുള്ള മറ്റേതെങ്കിലും നേതാവാണോ അതോ യോഗി ആദിത്യനാഥാണോ അതോ BJPയുടെ ദേശീയ അധ്യക്ഷൻ നവീൻ ബീബിനാണോ? ഇതിൽ ആരായാലും ഭാരതം കൂടുതൽ കരുത്തുറ്റതായി മാറുമെന്ന് മാത്രമേ ആ ചോദ്യം ലോകരാഷ്ട്ര തലവന്മാർ ഉന്നയിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്നത് സുവ്യക്തമാണ്. നമുക്കറിയാം, 2014 വരെ ആരിന്ത്യ ഭരിച്ചാൽ നമുക്കെന്ത് എന്ന മട്ടായിരുന്നു ഓരോ ഭാരതീയനും. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി വരുന്നു, ഇടയ്ക്ക് മൂന്നാം മുന്നണി വരുന്നു. അപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ കക്ഷിയുടെ മൻമോഹൻ സിംഗ് ആണോ നരസിംഹറാവു ആണോ അതോ ആരായാൽ നമുക്കെന്ത്? ആ പാർട്ടി ഭരിക്കുന്നു, ആ പാർട്ടിക്കൊരു പ്രധാനമന്ത്രി വരുന്നു എന്നല്ലാതെ വ്യക്തിപരമായി ജനത്തെ സ്വാധീനിക്കാൻ ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിജിക്കും ശേഷം മറ്റാരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി തന്നെയാണ്. അത് ഇന്ത്യക്കാർക്ക് മൊത്തം വ്യക്തമാണ്. പക്ഷേ 2014 ചിത്രം മാറി. 2014 നരേന്ദ്രമോദിജി അധികാരത്തിലേറുമ്പോൾ അദ്ദേഹം കെട്ടിയിറക്കിയ ഒരു പ്രധാനമന്ത്രി ആയിരുന്നില്ല. ടേമുകളോളം ഗുജറാത്തിനെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന് ഗുജറാത്തിനെ സേവിച്ച് തഴക്കവും പഴക്കവും വന്നിട്ടാണ് രാജ്യത്തിൻ്റെ ഭരണത്തലവൻ ചുമതല അദ്ദേഹം അന്ന് ഏറ്റെടുത്തത്. 2019 അദ്ദേഹം വിജയം ആവർത്തിച്ചു. 2024 ആ പൊൻതിളക്കത്തോടെ വിജയം വീണ്ടും ഉണ്ടായി. അപ്പോഴൊക്കെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അനിശ്ചിതനായ നേതാവ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. കാരണം
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണെങ്കിൽ ശത്രുക്കൾ ഒരുപാടാണ്. ട്രംപാണെങ്കിൽ അമേരിക്കയിലൊരു ഏകാധിപതി പോലെയാണ് പെരുമാറുന്നത്. അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അവിടെ വ്യക്തമായ പ്രതിപക്ഷമില്ല. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ബഹളം അവിടെ കോൺഗ്രസ് ഹൗസിന് പുറത്തേക്ക് വരുന്നില്ല. അവിടെ പ്രസിഡന്റ് ഇഷ്ടമുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ നടക്കും. ആരെ പിടികൂടണമെന്ന് തീരുമാനിച്ചാൽ പിടികൂടിയിരിക്കും. ആരെ വകവരുത്തണം അല്ലെങ്കിൽ ആരെ ഫിനിഷ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ചെയ്തിരിക്കും. നമുക്ക് ഇറാൻ നമ്മുടെ മുന്നിലുണ്ട്. അയത്തുള്ള ഖൊമൈനി അടക്കമുള്ളവരെ ഈ യുദ്ധത്തിൻ്റെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പിന്നിൽ അമേരിക്ക ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും ഒന്ന് മയ്യത്തടക്കാൻ ഇതുവരെ ഒരു പെർമിഷൻ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ജൂലൈ പകുതിയോടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പള്ളിയിൽ മയ്യത്ത് നിസ്കാരം നടക്കുമെന്ന് ഇപ്പോൾ അറിയുന്നുണ്ട്. പക്ഷേ അതൊക്കെ സമാധാന കരാർ ഒപ്പിട്ട ശേഷം മാത്രമാണ് ട്രംപ് സമ്മതിച്ചു നോക്കണം. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ശത്രുക്കൾ ഏറെയാണ്. ട്രംപ് ഒരു വേദിയിൽ ചെന്നാൽ ചിരിക്കുന്നവർ കാണും, മുഖം കറുപ്പിക്കുന്നവർ കാണും, ട്രംപിൻ്റെ അടുത്ത് പോകാൻ വിസമ്മതിക്കുന്നവർ കാണും. പിന്നെ വ്ളാദിമിർ പുതിൻ, അദ്ദേഹത്തിനുമുണ്ട്, റഷ്യൻ പ്രസിഡൻ്റായ വ്ളാദിമിർ പുതിനുമുണ്ട് ശത്രുക്കൾ, അമേരിക്ക അടക്കം. ചൈനയും ഇന്ത്യയും അടക്കമുള്ളവർ ഒറ്റ സുഹൃത്തുക്കളാണ് പുതിൻ്റെ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആകട്ടെ പുതിൻ്റെ അടുത്ത സുഹൃത്തും വലങ്കൈ എന്ന് വേണമെങ്കിൽ പറയാം. പുതിൻ്റെ വലങ്കൈ നരേന്ദ്രമോദിജിയും നരേന്ദ്രമോദിജിയുടെ ഇടത് കൈ പുതിനുമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇത്തരം ലോകരാഷ്ട്രങ്ങൾ, ചൈനീസ് ഭരണത്തലവൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണത്തലവൻ, ഇവർക്കൊക്കെ ശത്രുക്കളുണ്ട്, ഇവരെ എതിർക്കുന്നവരുണ്ട്, വിരോധികൾ ഒരുപാടുണ്ട്. പുറത്ത് സൗഹൃദം കാട്ടി ഉള്ളുകൊണ്ട് മുഖം ചുവപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ നരേന്ദ്രമോദിജിക്ക് പകരം വയ്ക്കാൻ മോദിജി മാത്രമേ ഉള്ളൂ. അത് എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസന്ന വദനമായൊരു ഭാവമുണ്ട്. ആ ഭാവത്തിൽ ലോകരാഷ്ട്ര തലവന്മാരെല്ലാം സമാധാന പ്രിയരായി മാറുമെന്നതിൽ ഒരു സംശയം വേണ്ട. ഇവിടെ പറഞ്ഞു വന്നത് വിഷൻ 2047 രണ്ടാം മോദി സർക്കാർ മുന്നോട്ട് വെച്ച ഒരു വികസന മന്ത്രം. 2047 ആകുമ്പോഴേക്കും ഇപ്പോൾ തന്നെ ലോകത്തെ 4 വൻ ശക്തികളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ. അതിൽ ഒന്നാമതെത്തുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യക്ക് അങ്ങനെ വലിയ ഗർവൊന്നും കാണിക്കേണ്ടതില്ലെങ്കിലും സാമ്പത്തിക ശക്തിയായി ലോകത്തെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തികളിൽ ഒരാളായി മാറുക എന്നത് ഇന്ത്യയുടെ ദീർഘകാലത്തെ സ്വപ്നമാണ്. കഴിഞ്ഞ ദിവസമാണ് കേട്ടത്, ഫ്രാൻസിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ എടുത്ത് ഗൂഗിൾ പേയിൽ ഇന്ത്യൻ രൂപയിൽ തന്നെ അവിടുത്തെ പണമിടപാട് നടത്തി സാധനങ്ങൾ വാങ്ങിക്കാം. അത്ര കണ്ട് നമ്മുടെ ഇന്ത്യൻ രൂപയെ ലോകത്തെമ്പാടും ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞു നരേന്ദ്രമോദിജിയുടെ സർക്കാർ. അപ്പോൾ വിഷൻ 2047 അതോടെ ഇന്ത്യയിലെ ഒരു ഹൈഡ്രജൻ വിപ്ലവമടക്കം നമ്മുടെ അണ്വായുധങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ തദ്ദേശീയമായ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ ആയുധങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കെട്ടുറപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യ സ്വയം പര്യാപ്തമായി മാറുമെന്നതിൽ ഒരു സംശയം വേണ്ട. അതിനുശേഷമായിരിക്കും മോദിജിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം ഉയരുക എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആരായാലും, യോഗി ആദിത്യനാഥ് ആയാലും, അദ്ദേഹം ഒരു സന്യാസിയാണ്, യോഗിയാണ്. അദ്ദേഹം എങ്ങനെയാണ് UP ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുപോലെ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദീർഘവീക്ഷണമുള്ളൊരു വ്യക്തിയാണെന്നതിൽ യാതൊരു സംശയം വേണ്ട. ഇനി ഏതെങ്കിലും ചെറുപ്പക്കാരാണോ വരുന്നത്? കാരണം BJPക്ക് നേതൃസ്ഥാനത്തേക്ക് ആൾക്കാർക്ക് ഒരു ക്ഷാമവുമില്ല, ആരെയും കെട്ടിയിറക്കേണ്ട കാര്യവുമില്ല. എല്ലാവരും സംഘടനാപരമായി RSSലും സഹസംഘടനകളുമൊക്കെ സേവനം ജീവിതചര്യയായി മാറ്റിയ ഒരു ഒട്ടനവധി വിരലുകൊണ്ട് എണ്ണാൽ തീരാത്ത നേതാക്കളുണ്ട്. അപ്പോൾ ഇനി അവരിൽ ആരായിരിക്കും വരിക? കാരണം ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും അടൽ ബിഹാരി വാജ്പേയിക്കും ശേഷം രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ, ഇപ്പോഴും ഇരട്ടിയും 10 മടങ്ങ് ഇരട്ടിയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിക്ക് ശേഷം ഇനി ആരെന്നത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. തൽക്കാലം നമുക്ക് നരേന്ദ്രമോദിജി എന്ന ആ ഒരു യുഗപ്രഭാവനിൽ തൃപ്തിപ്പെടാം. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ നാടിന് വേണ്ടിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വിഷൻ നമ്മുടെ ഭാരതത്തിന് വേണ്ടിയാണ് എന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളാം.